മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചായക്ക് എന്ത് ഉണ്ടാക്കും എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓവൺ ഇല്ലാണ്ട് എങ്ങനെ പപ്സ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഇതിന് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചേർത്തൊന്ന് ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി ഒന്ന് കുഴച്ചെടുക്കുക. സാധാ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചപ്പാത്തിക്ക് ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിക്കുക. ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് അത് അവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണമായിരിക്കും, അതോടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കി എടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തതും. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വാടി വരണ്ട. സവാള കുറച്ചൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, ചിക്കൻ മസാല, അതേപോലെ ഗരം മസാല പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം അത് മൂടി വയ്ക്കുക. ഇനി മാവ് 4 ബോളായിട്ടാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. ഇനി അതൊന്ന് പരത്തിയെടുക്കുക. അധികം വലിപ്പമില്ലാണ്ട് കുറച്ച് കട്ടിയില്ല, ഒരുപാട് കനം കുറച്ചിട്ടല്ല, പരത്തി മാറ്റി വയ്ക്കുക. ഇനി ഓരോ പരത്തിയ ചപ്പാത്തിയിലേക്കും കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുക. അതിലേക്ക് മൈദപ്പൊടിയും കൂടി വിതറി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത പരത്തിയത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഓയിൽ തേച്ചും മൈദപ്പൊടി വിതറിയിട്ട് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കുക. അതുപോലെ 4 അതുപോലെ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് പരത്തിയെടുക്കാം. നന്നായി പരത്തിയതിന് ശേഷം അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്യുക. ഇത് ഞാനൊരു 6 പീസായിട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. ഇതിലേക്ക് സവാളയുടെ മസാലക്കൂട്ട് വെച്ച് കൊടുക്കുക. പുഴുങ്ങിയ മുട്ട പകുതിയായി കട്ട് ചെയ്തതും വെച്ച് 4 സൈഡും കൂട്ടി യോജിപ്പിക്കുക. ഗ്യാപ്പൊന്നും വരാണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബട്ടറും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഈ അടച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഈ പപ്സ് വേവിക്കാനുള്ളത് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഹീറ്റിൽ അതൊന്ന് നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. തീ ചെറുതാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് നേരം കൊണ്ടൊക്കെ ആവുമ്പോഴേക്കും ഈ പപ്സ് റെഡിയാവും. ആ സൈഡ് വിട്ടു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തോളൂ. ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് അടുത്ത വശം കൂടി ഒന്ന് മുരിച്ചെടുക്കാം. പപ്സ് ഇവിടെ റെഡിയായി. വളരെ ഈസിയാണ്, ടേസ്റ്റുള്ളൊരു പപ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണാനായിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.